നമ്മുടെ പുതിയൊരു ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിലും എന്നാൽ കൃത്യമായ ഡീറ്റെയിൽസോടുകൂടിയും പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ദ ലേണറായ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സമയം മാറ്റിവെച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഓഹരി വിപണിയിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലപ്പോഴും പലർക്കും വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്. അതാണ് റൈറ്റ്സ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ. ഓഹരി വിപണിയിൽ സ്ഥിരമായി കേൾക്കുന്ന, എന്നാൽ പലരും വേണ്ടത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. കൃത്യം. നമ്മൾ ഇന്നത്തെ ഈ വിശദമായ വിശകലനത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓൾ ഫോർ ഗുഡ് എന്ന പ്രശസ്തമായ യൂട്യൂബ് ചാനലിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിലെ 20ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വിവരങ്ങളെയാണ്. വളരെ ആധികാരികമായ വിവരങ്ങളാണ് അവർ അതിൽ പങ്കുവച്ചിരിക്കുന്നത്. ശരിയാണ്. അപ്പോ ഈ ചർച്ചയുടെ ലക്ഷ്യം വളരെ ലളിതമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു കമ്പനിയുടെ റൈറ്റ്സ് ഇഷ്യൂ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിലെ ലാഭനഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ മിഷൻ. ശ്രോതാക്കൾക്ക് മാർക്കറ്റിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും എല്ലാവരെയും ഒരേ പേജിൽ കൊണ്ടുവരാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമല്ലേ? അതെ, ശരി. നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. നിങ്ങൾ, അതായത് ശ്രോതാവായ നിങ്ങളും നിങ്ങളുടെ ഒരു സുഹൃത്തും കൂടി 50,000 രൂപ വീതം മുടക്കി ഒരു ബിസിനസ് തുടങ്ങുന്നു എന്ന് കരുതുക. ഒരു ബേക്കറി തുടങ്ങിയെന്ന് വെക്കുക. മൊത്തം 1,00,000 രൂപ മുതൽ മുടക്ക്. ശരി. അതെ, 1,00,000 രൂപ. അങ്ങനെ ബിസിനസ് പതുക്കെ പച്ചപിടിച്ചു വരുന്നു. കൂടുതൽ ഓർഡറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ബേക്കറി ഒന്നുകൂടി വലുതാക്കാൻ നിങ്ങൾക്ക് ഒരു 50,000 രൂപ കൂടി അധികമായി വേണമെന്ന് വിചാരിക്കുക. ബിസിനസ് എക്സ്പാൻഷൻ. കൃത്യം. ആ സമയത്ത് പുറത്തുനിന്ന് ഒരാളെ പുതിയൊരു പാർട്ട്ണറായി കൊണ്ടുവന്ന് അയാളിൽ നിന്ന് പണം വാങ്ങിയാൽ സ്വാഭാവികമായും നിങ്ങളുടെ രണ്ടുപേരുടെയും ഉടമസ്ഥാവകാശം അഥവാ ഓണർഷിപ്പ് പെർസെന്റേജ് കുറയുമല്ലോ. തീർച്ചയായും. ലാഭവും 3ആയിട്ട് വീതിക്കേണ്ടി വരും. അതെ. അപ്പോൾ അതിനു പകരം നിലവിലുള്ള പാർട്ട്ണർമാരായ നിങ്ങൾ രണ്ടുപേരും കൂടി ആ പണം വീതിച്ചെടുക്കാൻ മുൻഗണന നൽകും. ബിസിനസ്സിലേക്ക് പുതിയ നിക്ഷേപം വരുമ്പോൾ പുറത്തു നിന്നുള്ളവരെക്കാൾ നിലവിലുള്ള പാർട്ട്ണർമാർക്ക് തന്നെ ആദ്യം അവസരം നൽകുന്ന ഈ രീതിയെയാണ് ഓഹരി വിപണിയിൽ നമ്മൾ റൈറ്റ്സ് ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. വളരെ മികച്ചൊരു ഉദാഹരണമാണത്. ഈ ബേക്കറിയുടെ ഉദാഹരണത്തെ നമുക്ക് നേരെ ഷെയർ മാർക്കറ്റിലെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനികളിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാം. റിലയൻസ്, TCS അല്ലെങ്കിൽ HDFC പോലുള്ള വലിയ കമ്പനികൾക്ക് അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ വേണ്ടിവരുന്ന സാഹചര്യങ്ങളുണ്ടാവും. എപ്പോഴും ഫണ്ട് വേണ്ടിവരുമല്ലോ അവർക്ക്. അതെ. അത്തരം സമയങ്ങളിൽ ഫണ്ട് കണ്ടെത്താൻ കമ്പനികൾക്ക് മുന്നിൽ പല വഴികളുണ്ട്. അതിലൊരു വഴി പുതിയ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് നൽകുക എന്നതാണ്. അതിനെ നമ്മൾ FPO, അതായത് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് വിളിക്കും. FPO വരുമ്പോൾ ആർക്കു വേണമെങ്കിലും ഒന്ന് ഷെയർ വാങ്ങാം. അതെ, ആർക്കും വാങ്ങാം. എന്നാൽ അതിന് പകരം കമ്പനി നിലവിലുള്ള തങ്ങളുടെ നിക്ഷേപകർക്ക്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം പുതിയ ഷെയറുകൾ വാങ്ങാൻ നൽകുന്ന ഒരു അവകാശമാണ് റൈറ്റ്സ് ഇഷ്യൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ആ അവകാശം അല്ലെങ്കിൽ റൈറ്റ് എന്നതാണ്. മറ്റാർക്കും കിട്ടാത്തൊരു മുൻഗണനയല്ലേ? അതെ. കമ്പനി സ്വന്തം നിക്ഷേപകർക്ക് നൽകുകയാണ്. നിലവിലുള്ള നിക്ഷേപകരെ സംരക്ഷിക്കുന്നതിനായുള്ള ഒരു വലിയ ഫിനാൻഷ്യൽ ടൂൾ കൂടിയാണിത്. ഈ അവകാശം നൽകുന്നു എന്നത് കേൾക്കാൻ നല്ലതാണെങ്കിലും കമ്പനികൾ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പണം സമാഹരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് അവർക്ക് ബാങ്കുകളിൽ നിന്ന് വലിയ ലോണുകൾ എടുത്തുകൂടെ? എന്തിനാണ് നിലവിലുള്ള നിക്ഷേപകരോട് തന്നെ വീണ്ടും പണം ചോദിക്കുന്നത്? അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിനു പിന്നിലെ കാരണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഒരു കമ്പനി എന്തിനാണ് റൈറ്റ്സ് ഇഷ്യൂ നടത്തുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതിൽ നമ്മൾ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. പ്രധാനമായും എന്തൊക്കെയായിരിക്കും ആ കാരണങ്ങൾ? പ്രധാനമായും 4 കാരണങ്ങൾ കൊണ്ടാണ് കമ്പനികൾ ഈ വഴി തെരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തേത്, നമ്മൾ നേരത്തെ ബേക്കറിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ബിസിനസ് വിപുലീകരിക്കാൻ അഥവാ ബിസിനസ് എക്സ്പാൻഷൻ. അതായത് പുതിയ ഫാക്ടറികൾ തുടങ്ങാൻ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ഇറക്കാൻ. കൃത്യം. പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് തുടങ്ങാൻ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനൊക്കെ വലിയ ഫണ്ട് വേണ്ടിവരും. ഇനി രണ്ടാമത്തെ കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്, കടങ്ങൾ വീട്ടാൻ. ഡെപ്റ്റ് റീപേയ്മെന്റ്. അതെ, ഡെപ്റ്റ് റീപേയ്മെന്റ്. ബാങ്കുകളിൽ നിന്ന് വലിയ തുക ലോൺ എടുത്തിട്ടുള്ള കമ്പനികൾക്ക്
അതിന്റെ പലിശ കൊടുത്ത് തന്നെ അവരുടെ ലാഭത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നുണ്ടാവും. ഈ പലിശാഭാരം കുറച്ച് കമ്പനിയെ കൂടുതൽ ലാഭകരമാക്കാൻ അവർ നിക്ഷേപകരിൽ നിന്ന് പണം കണ്ടെത്തി കടം വീട്ടാറുണ്ട്. അതൊരു നല്ല കാര്യമാണല്ലോ കമ്പനിയെ സംബന്ധിച്ച്. അതെ. ഇനി മൂന്നാമതായി, മറ്റു കമ്പനികളെ ഏറ്റെടുക്കാൻ അഥവാ അക്വിസിഷൻ. സ്വന്തമായി ബിസിനസ് വളർത്തിക്കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പം മാർക്കറ്റിലുള്ള ചെറിയ കമ്പനികളെ വിലയ്ക്ക് വാങ്ങുന്നതാണ് എന്ന് ചില വലിയ കമ്പനികൾക്ക് തോന്നും. ഇതിനുള്ള പണം കണ്ടെത്താനും റൈറ്റ്സ് ഇഷ്യൂ ഉപയോഗിക്കാം. പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് അത് സഹായിക്കും. തീർച്ചയായും. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള വർക്കിംഗ് ക്യാപിറ്റലിനായി പണം കണ്ടെത്തുക എന്നതാണ്. ഇതിൽ കമ്പനിയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ, ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഈ റൈറ്റ്സ് ഇഷ്യൂ നിങ്ങൾക്ക് പ്രധാനമായും 2 വലിയ നേട്ടങ്ങളാണ് നൽകുന്നത്. അതെന്തൊക്കെയാണ്? അതിലാദ്യത്തേത് ഡിസ്കൗണ്ട് വിലയാണ്. റൈറ്റ്സ് ഇഷ്യൂ വഴി കമ്പനി പുതിയ ഷെയറുകൾ നിക്ഷേപകർക്ക് ഓഫർ ചെയ്യുന്നത് എപ്പോഴും മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും. അതായതിപ്പോ 1000 രൂപ മാർക്കറ്റ് വിലയുള്ളൊരു ഷെയർ കമ്പനി 800 രൂപയ്ക്ക് നൽകുന്നു. അതെ. അല്ലെങ്കിൽ 3000 രൂപയുള്ള ഷെയർ 2500 നൽകുന്നു. അതൊരു വലിയ ഡിസ്കൗണ്ടാണ്. ഇനി രണ്ടാമത്തെ നേട്ടം, നമ്മൾ നേരത്തെ ബേക്കറി ഉദാഹരണത്തിൽ പറഞ്ഞ ഉടമസ്ഥാവകാശം നിലനിർത്താം അഥവാ ഡൈല്യൂഷൻ ഒഴിവാക്കാം എന്നതാണ്. ഈ ഡൈല്യൂഷൻ എന്ന വാക്ക് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതൊന്ന് നമുക്ക് വ്യക്തമാക്കാം. കമ്പനി പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ മാർക്കറ്റിലുള്ള മൊത്തം ഷെയറുകളുടെ എണ്ണം കൂടും. ഇതൊരു പിസ്സ 8 കഷ്ണങ്ങളാക്കുന്നതിനു പകരം 16 കഷ്ണങ്ങളാക്കി മുറിക്കുന്നത് പോലെയാണിത്. ശരിയാണ്, നല്ലൊരു ഉദാഹരണമാണിത്. മൊത്തം വലിപ്പം മാറുന്നില്ല, പക്ഷേ ഓരോ കഷ്ണത്തിന്റെയും വലിപ്പം കുറയുന്നു. അതുപോലെ പുതിയ ഷെയറുകൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഷെയറുകളുടെ മൂല്യം അല്ലെങ്കിൽ പെർസെന്റേജ് കുറയും. ഇതൊഴിവാക്കാൻ വേണ്ടിയാണ് കമ്പനി പുതിയ ഷെയറുകൾ നിങ്ങൾക്ക് തന്നെ ആദ്യം ഓഫർ ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞു. അപ്പോ ഡിസ്കൗണ്ട് വിലയിൽ കിട്ടുക എന്നത് നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ ആകർഷകമായ കാര്യമാണ്. പക്ഷേ ഈ റൈറ്റ്സ് ഇഷ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിക്ഷേപകർക്ക് വരുന്ന ഇമെയിലുകളിൽ നിറയെ സാങ്കേതിക പദങ്ങളായിരിക്കും. ഇതൊന്ന് ലളിതമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇമെയിലിൽ കാണുന്ന ഒന്നാണ് റൈറ്റ്സ് അനുപാതം അഥവാ റൈറ്റ്സ് റേഷ്യോ. ഇത് 1:5 അല്ലെങ്കിൽ 1:4 എന്നൊക്കെയാകും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതായത് 1:5 അനുപാതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആ കമ്പനിയുടെ 5 ഷെയറുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഷെയർ ഡിസ്കൗണ്ട് വിലയിൽ വാങ്ങാൻ അവകാശമുണ്ട്. അപ്പോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ 100 ഷെയറുകളുണ്ടെങ്കിലോ നിങ്ങൾക്ക് 20 പുതിയ ഷെയറുകൾക്ക് അപേക്ഷിക്കാം. അതെ, വളരെ സിമ്പിളായ ഒരു കണക്കാണത്. ഇതിനൊപ്പം കാണുന്ന മറ്റ് 2 പദങ്ങളാണ് റെക്കോർഡ് ഡേറ്റും പിന്നെ ഇഷ്യൂ പ്രൈസും. കമ്പനി പ്രഖ്യാപിക്കുന്ന ഈ റെക്കോർഡ് ഡേറ്റ് സമയത്ത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ T+1 സെറ്റിൽമെന്റ് സിസ്റ്റം ആയതുകൊണ്ട് റെക്കോർഡ് ഡേറ്റിന് ഒരു ദിവസം മുൻപെങ്കിലും ഷെയർ വാങ്ങിയിരിക്കണം. ഇഷ്യൂ പ്രൈസ് എന്നത് കമ്പനി നിശ്ചയിക്കുന്ന ആ ഡിസ്കൗണ്ട് വിലയാണ്. അതായത് ഒരു പുതിയ ഷെയറിന് നിങ്ങൾ കമ്പനിക്ക് നൽകേണ്ട തുക. ഈ സാങ്കേതിക പദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് RE അഥവാ റൈറ്റ്സ് എൻടൈറ്റിൽമെന്റ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധ പ്രത്യേകം ക്ഷണിക്കുന്നത്. കമ്പനി റൈറ്റ്സ് ഇഷ്യൂ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട പുതിയ ഷെയറുകൾ വാങ്ങാനുള്ള അവകാശം സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കുറച്ച് താൽക്കാലിക ഷെയറുകൾ അവർ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് RE. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കമ്പനിയുടെ പേരിനൊപ്പം ഒരു ഹൈഫൻ ഇട്ട് RE എന്ന് ചേർത്തിത് കാണാമല്ലേ? അതെ. ഉദാഹരണത്തിന് റിലയൻസ് റൈറ്റ്സ് ഇഷ്യൂ നടത്തിയപ്പോൾ നിക്ഷേപകർക്ക് ലഭിച്ച REയുടെ പേര് റിലയൻസ് -RE എന്നായിരുന്നു. ഇവിടെ ഞാനൊരു വലിയ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതൊരിക്കലും യഥാർത്ഥ ഷെയറുകളല്ല. ഇത് പലർക്കും അമളി പറ്റുന്നൊരു കാര്യമാണ്. അക്കൗണ്ടിൽ പെട്ടെന്ന് കുറച്ച് പുതിയ ഷെയറുകൾ ഫ്രീയായി വന്നല്ലോ എന്ന് കരുതി പലരും സന്തോഷിക്കാറുണ്ട്. അതെ, അതൊരു വലിയ അബദ്ധമാണ്. ഇത് കേവലം ഡിസ്കൗണ്ട് വിലയിൽ ഷെയർ വാങ്ങാനുള്ള ഒരു ടിക്കറ്റ് മാത്രമാണ്. ഈ ടിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്യൂ പ്രൈസ് അടച്ച് അപ്ലൈ ചെയ്താൽ മാത്രമേ അത് യഥാർത്ഥ ഷെയറുകളായി മാറി നിങ്ങളുടെ അക്കൗണ്ടിൽ വരികയുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്തില്ലെങ്കിലോ? അപ്ലൈ ചെയ്തില്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂവിന്റെ സമയപരിധി കഴിയുമ്പോൾ ഈ REയുടെ മൂല്യം പൂർണ്ണമായും 0 മാറും. സമയം കഴിയുമ്പോൾ
അത് മാഞ്ഞു പോകുമ്പോഴാണ് പല പുതിയ നിക്ഷേപകർക്കും കാര്യം മനസ്സിലാകുക. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് നേരിട്ട് ചോദിക്കാനുള്ളത് ഇതാണ്. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇങ്ങനൊരു RE വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പലർക്കും ഇവിടെയാണ് ശരിക്കുള്ള കൺഫ്യൂഷൻ. തീർച്ചയായും. പ്രധാനമായും 4 ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളതെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ പൂർണ്ണമായും അപ്ലൈ ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ഫുള്ളി. കമ്പനിയുടെ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ ഷെയർ വാങ്ങാനുള്ള ഏറ്റവും മികച്ച അവസരമാണിത്. ഇത് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമുള്ള വഴികളുണ്ട് ഇപ്പോൾ. അതെ, നിങ്ങളുടെ ബാങ്കിംഗ് നെറ്റ് ബാങ്കിംഗ് വഴിയോ അതായത് ആസ്ബേ വഴി അപേക്ഷിക്കാം. ASBA എന്നാൽ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നാൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകില്ല. പകരം ആ തുക ബ്ലോക്ക് ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷെയർ അലോട്ടായാൽ മാത്രമേ പണം നഷ്ടമാകൂ എന്ന വലിയ സുരക്ഷ ഇതിലുണ്ട്. അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് കമ്പനിയുടെ രജിസ്ട്രാർ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്കിതിനായി അപേക്ഷിക്കാം. ഇതിനെ RWAP എന്ന് വിളിക്കും. വളരെ സൗകര്യപ്രദമാണ് ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യാൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. നിങ്ങളുടെ കയ്യിൽ പുതിയ ഷെയർ വാങ്ങാൻ പണമില്ല എന്ന് കരുതുക. അല്ലെങ്കിൽ ആ കമ്പനിയുടെ കൂടുതൽ ഷെയറുകൾ ഇപ്പോൾ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെയും സംഭവിക്കാമല്ലോ. ഒരു സാധാരണ ഷെയർ എങ്ങനെയാണോ നിങ്ങൾ വിൽക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മറ്റൊരാൾക്ക് വിറ്റ് നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാം. ഇതിനെ റിനൻസിയേഷൻ എന്നാണ് സാങ്കേതികമായി വിളിക്കുന്നത്. ഈ RE ട്രേഡിംഗ് എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. സാധാരണ ഷെയറുകൾ പോലെ തന്നെ ഈ REകൾക്കും വിപണിയിൽ ഒരു വിലയുണ്ടാകും. ഉദാഹരണത്തിന് മാർക്കറ്റ് വിലയേക്കാൾ 200 രൂപ കുറച്ചാണ് കമ്പനി റൈറ്റ്സ് ഇഷ്യൂ നൽകുന്നതെങ്കിൽ ആ REക്ക് വിപണിയിൽ ഏകദേശം 200 രൂപയോ അതിനടുത്തോ വിലയുണ്ടാകും. നിങ്ങൾക്ക് പണമില്ലെങ്കിൽ ഇത് വിറ്റ് ആ കാശെടുക്കാം. വെറുതെ കിട്ടിയ അവകാശം വിറ്റ് കാശാക്കാമെന്ന് ചുരുക്കം. അതെ, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. RE ട്രേഡിംഗ് എന്നത് വളരെ ചെറിയൊരു സമയത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ മാത്രം. ഈ സമയത്ത് ഇതിന്റെ വിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകും. ഹൈ വൊളാറ്റിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ വിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതൊരു നല്ല പോയിന്റാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്നത് ഈ പറഞ്ഞ ആദ്യത്തെ 2 ഓപ്ഷനുകളും കൂടി ചേർന്നതാണ്. കുറച്ചു വാങ്ങുക, ബാക്കി വിൽക്കുക. അതായത് പാർഷ്യൽ സബ്സ്ക്രിപ്ഷൻ ആൻഡ് റിനൻസിയേഷൻ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 100 RE ലഭിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ 50 എണ്ണം വാങ്ങാനുള്ള പണമേ ഉള്ളൂ. അപ്പോൾ 50 എണ്ണത്തിന് പണമടച്ച് അപ്ലൈ ചെയ്യാം. കൃത്യം. എങ്കിൽ നിങ്ങൾക്ക് ആ 50 എണ്ണത്തിന് അപ്ലൈ ചെയ്യുകയും ബാക്കി വരുന്ന 50 RE മാർക്കറ്റിൽ വിട്ട് പണമാക്കുകയും ചെയ്യാം. വളരെ ഫ്ലെക്സിബിൾ ആയൊരു ഓപ്ഷനാണിത്. ഒന്നും ചെയ്യാതിരിക്കുക അഥവാ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് മെയിൽ വന്നു, അക്കൗണ്ടിൽ RE വന്നു, എന്നിട്ട് നിങ്ങളത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാതെ വെറുതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഇതൊരു പ്രധാന ചോദ്യമുയർത്തുന്നു. അതെ, ആ ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം വെറുതെ ഇരുന്നാൽ എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, എന്റെ കയ്യിലുള്ള പഴയ ഷെയറുകൾ അവിടെ തന്നെ ഉണ്ടല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ അവിടെയാണ് വലിയൊരു തെറ്റ് സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റൈറ്റ്സ് ഇഷ്യൂ കഴിയുമ്പോൾ കമ്പനിയുടെ മൊത്തം ഷെയറുകളുടെ എണ്ണം കൂടുന്നു എന്ന്. അതെ, പിസ്സയുടെ കഷ്ണങ്ങൾ കൂടുന്നതുപോലെ. കൃത്യം. ഷെയറുകളുടെ എണ്ണം കൂടുമ്പോൾ കമ്പനിയുടെ ലാഭം കൂടുതൽ ഷെയറുകളിലേക്ക് വീതിക്കപ്പെടും. ഇതിനെ ഏർണിംഗ്സ് പെർ ഷെയർ അഥവാ EPS കുറയുക എന്ന് പറയും. ഇതിന്റെ ഫലമായി മാർക്കറ്റിൽ ആ കമ്പനിയുടെ ഷെയർ വില സ്വാഭാവികമായും താഴേക്ക് വരും. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ നേരത്തെ വാങ്ങിവെച്ചിരിക്കുന്ന നിങ്ങളുടെ പഴയ ഷെയറുകളുടെ മൂല്യം താഴേക്ക് പോകും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ മൂല്യം കുറയുന്നു. അതെ, നിങ്ങൾക്ക് കിട്ടിയ RE നിങ്ങൾ വിറ്റുമില്ല, പുതിയ ഷെയർ ഡിസ്കൗണ്ടിൽ വാങ്ങിയതുമില്ല. ചുരുക്കത്തിൽ റൈറ്റ്സ് ഇഷ്യൂ വന്നിട്ട് RE വിൽക്കുകയോ പുതിയ ഷെയറിന് അപ്ലൈ ചെയ്യുകയോ ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സമ്പത്ത് നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നത് സാമ്പത്തിക നഷ്ടമാണെന്ന് ഇപ്പോൾ വ്യക്തമായി. എന്നാൽ ഡിസ്കൗണ്ട് വിലയിൽ കിട്ടുന്നു എന്നതുകൊണ്ട് മാത്രം കണ്ണും പൂട്ടി ഏതൊരു റൈറ്റ്സ് ഇഷ്യൂയിലും അപ്ലൈ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. അവിടെയാണ് നമ്മൾ കൃത്യമായ ഫണ്ടമെന്റൽ വിശകലനം നടത്തേണ്ടത്.
വെറുതെ ഓഫർ കണ്ടാൽ ചാടി വീഴരുതെന്നർത്ഥം. അതെ, കമ്പനി എന്തിനാണ് നിങ്ങളോട് പണം ചോദിക്കുന്നതെന്ന് പരിശോധിക്കണം. കമ്പനി വലിയ കടക്കിണിയിലായിട്ട് ബാങ്കുകൾ പോലും ലോൺ തരാത്ത അവസ്ഥയിൽ വേറെ വഴിയില്ലാതെയാണ് നിക്ഷേപകരുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ ആ റൈറ്റ്സ് ഇഷ്യൂ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. അത് വളരെ പ്രധാനപ്പെട്ടൊരു സൂചനയാണല്ലോ. തീർച്ചയായും. എന്നാൽ കമ്പനി അവരുടെ ബിസിനസ് വളർത്താനോ പുതിയ പ്രൊജക്റ്റുകൾക്കോ വേണ്ടിയാണ് പണം ചോദിക്കുന്നതെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. അതുപോലെ തന്നെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രൊമോട്ടർമാരുടെ നിലപാട്. കമ്പനിയുടെ ഉടമസ്ഥർ അഥവാ പ്രൊമോട്ടർമാർ ഈ റൈറ്റ്സ് ഇഷ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നിർബന്ധമായും നോക്കണം. അവർ തന്നെ വാങ്ങുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് വാങ്ങണം എന്നൊരു ചോദ്യം വരും. കൃത്യം. അവർ തങ്ങൾക്ക് കിട്ടിയ അവകാശത്തിന് പൂർണ്ണമായും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നല്ല വിശ്വാസമുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് മറ്റ് സാധാരണ നിക്ഷേപകർക്കും വലിയ ആത്മവിശ്വാസം നൽകും. പ്രൊമോട്ടർമാരുടെ ആത്മവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് 2020 മെയ് മാസത്തിൽ നടത്തിയ റൈറ്റ്സ് ഇഷ്യൂവിന്റെ ചരിത്രമാണ്. കോവിഡ് മഹാമാരിയുടെ തുടക്കസമയം മാർക്കറ്റിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന കാലമായിരുന്നു അത്. അതെ, ആ സമയത്താണ് ഇന്ത്യയുടെ ഓഹരി വിപണി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റൈറ്റ്സ് ഇഷ്യൂവുമായി റിലയൻസ് വരുന്നത്. അവരത് ചെയ്തതിന് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു: കമ്പനിയെ പൂർണ്ണമായും കടരഹിതമാക്കുക എന്നത്. ഡെപ്റ്റ് ഫ്രീ ആവുക എന്ന വലിയ ലക്ഷ്യം. അതെ, അവർ 1:15 എന്ന അനുപാതത്തിലാണ് നിക്ഷേപകർക്ക് അവകാശം നൽകിയത്. അതായത് 15 ഷെയറുള്ള ഒരാൾക്ക് ഒരു പുതിയ ഷെയർ. ഇതിലേറ്റവും വലിയ ആകർഷണം അവർ പ്രഖ്യാപിച്ച വിലയായിരുന്നു. അന്ന് മാർക്കറ്റിൽ 1400 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന റിലയൻസ് ഷെയറുകൾ അവർ നിക്ഷേപകർക്ക് ഓഫർ ചെയ്തത് വെറും 1257 രൂപയ്ക്കാണ്. അന്ന് നിക്ഷേപകർക്ക് അതൊരു വമ്പൻ ഡിസ്കൗണ്ട് ആയിരുന്നു. അതെ, എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായിരുന്നില്ല. മുകേഷ് അംബാനിയുടെയും മറ്റു പ്രൊമോട്ടർമാരുടെയും നിലപാടായിരുന്നു. അവർ തങ്ങൾക്ക് അവകാശപ്പെട്ട ഷെയറുകൾ മുഴുവനായി വാങ്ങുമെന്ന് മാത്രമല്ല, ഒരു പ്രഖ്യാപനം കൂടി നടത്തി. ബാക്കി വരുന്നതും വാങ്ങാമെന്ന പ്രഖ്യാപനം. കൃത്യം. വേറെ ഏതെങ്കിലും നിക്ഷേപകർ ഷെയർ വാങ്ങാതെ ബാക്കി വന്നാൽ, അഥവാ അൺസബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഞങ്ങൾ പ്രൊമോട്ടർമാർ വാങ്ങിക്കൊള്ളാം എന്നവർ ഉറപ്പു നൽകി. ഇത് മാർക്കറ്റിലുണ്ടാക്കിയ ഓളം ചെറുതല്ല. കമ്പനിയുടെ ഭാവിയിൽ അവർക്കുള്ള വിശ്വാസം ഇതിലൂടെ ശക്തമായി തെളിയിക്കപ്പെട്ടു. അതെ, സാധാരണ റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇത് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. ഈ ഇഷ്യൂ വലിയ വിജയമായി മാറുകയും അതിനുശേഷം റിലയൻസിന്റെ ഷെയർ വില അതിവേഗം കുതിച്ചുയരുകയും ചെയ്തു. ശരിയായ കാരണങ്ങൾക്കും കൃത്യമായ പ്ലാനിങ്ങോടും കൂടി നടത്തുന്ന റൈറ്റ്സ് ഇഷ്യൂ ഒരു നിക്ഷേപകന് എത്രത്തോളം ഗുണകരമാകുമെന്ന് തെളിയിക്കുന്ന ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ റിലയൻസ് ഉദാഹരണം എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, റൈറ്റ്സ് ഇഷ്യൂ എന്നത് കുറഞ്ഞ വിലയിൽ ഒരു കമ്പനിയുടെ ഷെയറുകൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ്. പക്ഷേ ശ്രദ്ധിച്ചുപയോഗിക്കണമെന്ന് മാത്രം. അതെ, ആ അവസരം ഉപയോഗിക്കേണ്ടത് കമ്പനിയുടെ ഫണ്ടമെന്റൽസ്, അതായത് അവരുടെ സാമ്പത്തിക ഭദ്രതയും ഭാവി സാധ്യതകളും കൃത്യമായി പഠിച്ച ശേഷം മാത്രമായിരിക്കണം. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മോശമാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് മോഡൽ പരാജയപ്പെടുന്ന അവസ്ഥയിലാണെങ്കിൽ എത്ര വലിയ ഡിസ്കൗണ്ട് കിട്ടിയാലും അതിൽ വീഴരുത്. അപ്പോൾ ഇതെല്ലാം അർത്ഥമാർത്തുന്നത് എന്താണ്? ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ റൈറ്റ്സ് ഇഷ്യൂ വരുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരുന്ന ഒരു ചെറിയ നോട്ടിഫിക്കേഷനോ ഇമെയിലോ വെറുതെ അവഗണിക്കുന്നത് നിങ്ങളുടെ പണവും സമയവും എങ്ങനെ നഷ്ടപ്പെടുത്തുമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. അതെ, നമ്മൾ ആ 4 ഓപ്ഷനുകൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. തീർച്ചയായും. ഒന്നുകിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആ അവകാശം വിൽക്കുക, അതുമല്ലെങ്കിൽ പകുതി വാങ്ങി പകുതി വിൽക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കി വേണം തീരുമാനമെടുക്കാനെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് എങ്ങനെ കൃത്യമായി അനലൈസ് ചെയ്യാം, അവരുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എങ്ങനെ വായിക്കാമെന്നത് ഓഹരി വിപണിയിലെ വളരെ വിശാലമായ മറ്റൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് കൂടുതലായി വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായി പഠിക്കാം. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് മാർക്കറ്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ളൊരു ചിന്ത കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഇതൊരു വലിയ ക്യാൻവാസിലേക്ക് മാറ്റിവെച്ച് നോക്കിയാൽ നമ്മൾ പറഞ്ഞു നിലവിലുള്ള നിക്ഷേപകർക്ക് തങ്ങളുടെ ഉടമസ്ഥാവകാശം കുറയാതിരിക്കാനാണ് കമ്പനി റൈറ്റ്സ് ഇഷ്യൂ നൽകുന്നത് എന്ന്. ഡൈല്യൂഷൻ ഒഴിവാക്കാൻ. അതെ. എന്നാൽ ഈ റെക്കോർഡ് ഡേറ്റിന് ശേഷം മാർക്കറ്റിൽ നിന്ന് പണം കൊടുത്ത ആറി വാങ്ങുന്ന പുതിയ നിക്ഷേപകരുടെ കാര്യമോ? പലപ്പോഴും പുതിയ ആളുകൾ മാർക്കറ്റിൽ വന്ന് ഈ ആറികൾ വാങ്ങിക്കൂട്ടാറുണ്ട്. അവർ വിചാരിക്കുന്നത് അവർക്ക് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ ഡിസ്കൗണ്ട് വിലയിൽ ഷെയർ കിട്ടുന്നു എന്നാണ്. പുറത്തുനിന്നുള്ള ആളുകൾക്ക് അങ്ങനെയൊരു തോന്നൽ സ്വാഭാവികമാണ്. അതെ. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഒരു നല്ല ഡീലാണോ സ്വന്തമാക്കുന്നത്? അതോ റൈറ്റ്സ് ഇഷ്യൂവിന് ശേഷം ഷെയറുകളുടെ മൊത്തം എണ്ണം കൂടി വില താഴേക്ക് വരാൻ സാധ്യതയുള്ള മൂല്യം നേർപ്പിച്ചൊരു കമ്പനിയുടെ ഭാഗമാവുകയാണോ അവർ ചെയ്യുന്നത്? ഡിസ്കൗണ്ട് എന്ന ആ ഒറ്റ വാക്കിന്റെ ആകർഷണത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഈ റിസ്കിനെക്കുറിച്ച് പുതിയതായി ആരെ വാങ്ങാൻ വരുന്ന ഓരോ നിക്ഷേപകരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. നിക്ഷേപ ലോകത്തെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണിത്. തിളങ്ങുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ മാർക്കറ്റിൽ കാണുന്ന എല്ലാ ഡിസ്കൗണ്ടുകളും ലാഭകരമാകണമെന്നില്ല. ആ ഡിസ്കൗണ്ടിന് പിന്നിലെ കാരണം കൂടി നമ്മൾ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും അതെപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഈ വലിയ ചിന്തയോടെ റൈറ്റ്സ് ഇഷ്യൂവിനെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വിശദമായ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അറിവുകൾ നിങ്ങളുടെ നിക്ഷേപയാത്രയിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സുരക്ഷിതമായി നിക്ഷേപിക്കുക, ശ്രദ്ധയോടെ പഠിക്കുക. നന്ദി.